കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ അധ്യാത്മരാമായണം 2-ാം സർഗം 51-ാമത്തെ ശ്ലോകം കഴിഞ്ഞാൽ നിർത്തിയത്. അപ്പോൾ ഈ രാക്ഷസുകളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുത്തുക, ഇങ്ങനെ ചെയ്യരുത് എന്ന് ത്രിജട എന്ന വൃദ്ധയായിട്ടുള്ള രാക്ഷസി പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ, ഞാൻ പറയണത് കേൾക്കും നിങ്ങളാണ്. ഞാനിപ്പോൾ സ്വപ്നത്തിൽ ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണ സഹിതനും താമരദള നേത്രനുമായിട്ടുള്ള ഭഗവാൻ ഒരു വെള്ള ആന പുറത്ത് ഐരാവതത്തിൻ്റെ പുറത്തിരുന്നിട്ട് ലങ്ക മുഴുവൻ ചുട്ടുകരിച്ച് രാവണനെ കൊന്ന് സീതയെ മടിയിലിരുത്തി ഒരു പർവ്വതത്തിൻ്റെ മുകളിലിരിക്കണതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് 52, 53, 54 പിന്നെ 51-ലത്തെ ഒരു വരിയുണ്ട് കേട്ടോ. രാവണോ ഗോമയ ഹൃദേ തൈലാഭ്യക്തോ ദിഗംബര അഗാഹൽ പുത്രപൗത്രൈശ്ച കൃത്വാ വദനമാലികാം വിഭീഷണസ്തു രാമസ്യ സന്നിധൗ ഹൃഷ്ടമാനസ സേവാം കരോതി രാമസ്യ പാദയോർഭക്തിസംയുതഃ സർവഥാ രാവണം രാമോ ഹത്വാ സകുലമഞ്ജസാ വിഭീഷണായാധിപത്യം ദത്വാ സീതാം ശുഭാനനാം അംഗേ നിധായ സ്വപുരീം ഗമിഷ്യതി ന സംശയ. തൈലാഭ്യക്ത എന്ന് പറഞ്ഞാൽ എണ്ണ മേല് തേച്ചിരിക്കുന്നവനും ദിഗംബര അതായത് വസ്ത്രങ്ങളില്ലാത്തവനും രാവണൻ പുത്രപൗത്രൈഹീച്ച പുത്രപൗത്രന്മാരോടുകൂടി വദനമാലികാം കൃത്വ തലയോട് വദനമാലിക വെച്ചാൽ എന്താ, തലയോടുകൊണ്ടുണ്ടാക്കിയ മാല ഇട്ടിട്ട് ഗോമയഹൃദേ അഗാഹത് ഗോമയ എന്ന് പറഞ്ഞ ഒരു ഹൃദം പറഞ്ഞ ഒരു കുളത്തിൽ പ്രവേശിച്ചു. വിഭീഷണനാകട്ടെ ഹൃഷ്ടമാനസ സന്തോഷിച്ച മനസ്സോടുകൂടിയവനായിട്ട് രാമസ്യ പാദയോഹോ ഭക്തി സംയുത രാമൻ്റെ പാദങ്ങളിൽ ഭക്തിയോടുകൂടി രാമസ്യ സന്നിധൗ സേവാം കരോതി രാമനെ തന്നെ സേവിച്ചു. സർവഥാ എല്ലാം കൊണ്ടും രാമ സേവ ചെയ്യുന്നു. സർവഥാ രാമൻ അഞ്ജസ പെട്ടെന്ന് ഉടനെ രാവണം സകുലം ഹത്വ രാവണനെ കുലത്തോടുകൂടി നിഗ്രഹിച്ചിട്ട് വിഭീഷണായ ആധിപത്യം ദത്വ വിഭീഷണ രാജ്യം നൽകിയിട്ട് ശുഭാനനാം സീതാം അംഗേ നിധായ ശോഭനയും മംഗളമൂർത്തിയുമായ സീതയെ മടിയിലിരുത്തിയിട്ട് സ്വപുരീം ഗമിഷ്യതി കണ്ടോളൂ സ്വന്തം രാജ്യത്തിലേക്ക് പോവും എന്ന് പറയുകയാണ്. അതായത് ഈ രാമനെ പറ്റി കണ്ടതായിട്ടുള്ള സ്വപ്നം പറഞ്ഞതിന് ശേഷം രാവണനെ പറ്റി ഒരു ചീത്ത സ്വപ്നം കണ്ടു. രാമനെ പറ്റി കണ്ട ശുഭസ്വപ്നമാണ് പറഞ്ഞതേ. ഇപ്പോൾ ഈ രാവണനെ പറ്റിയിട്ടും ഒരു അശുഭ സ്വപ്നം കണ്ടു. രാവണനെ പറ്റി ഒട്ടും ശുഭമല്ലാത്ത സ്വപ്നം കണ്ട. എന്താണ്? ശരീരത്തിൽ മുഴുവൻ എണ്ണ തേച്ച് നഗ്നനായിട്ടുള്ള രാവണൻ തലയോടുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ മാല ധരിച്ച്, മുണ്ടമാല എന്നോ വദനമാല എന്നൊക്കെ പറയാം, ധരിച്ച് പുത്രപൗത്രാദികളോട് കൂടിയിട്ട് മക്കളോടും മക്കളുടെ മക്കളൊക്കെ ചേർന്ന് ആ ഒരു ചാണകക്കുണ്ടിലേക്ക് വീണു എന്ന് കണ്ടു അത്രേ. മേലൊക്കെ എണ്ണ തേച്ച്, വല്ലാത്തൊരു സ്വപ്നമാണ്, അശുഭ സ്വപ്നമാണ് രാവണനെ പറ്റി കണ്ടത്. രാവണൻ മേലൊക്കെ എണ്ണ തേച്ചിട്ട് നഗ്നനായിട്ട് തലയോടുകളൊക്കെ ചേർത്തുണ്ടാക്കിയൊരു മാലയും ധരിച്ച ബന്ധുക്കളോടെല്ലാം കൂടി അഗാധമായിട്ടുള്ള ഒരു ചാണകക്കുണ്ടിൽ പ്രവേശിക്കണതാണ് അത്ര കണ്ടത്. വിഭീഷണനെ എങ്ങനെയാണ് സ്വപ്നത്തിൽ കണ്ടത്? നല്ല സന്തോഷമായിട്ട് ശ്രീരാമഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭക്തിയോടുകൂടി ഭജിച്ച് രാമൻ്റെ സമീപത്ത് നിന്ന് സേവിക്കണ സുഗ്രീവനെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എല്ലാം കൊണ്ടും താമസമില്ലാതെ രാമൻ രാവണനെ കുലത്തോടുകൂടി നശിപ്പിച്ച്
ലങ്കയുടെ ആധിപത്യം തീർച്ചയായിട്ടും വിഭീഷണന് നൽകും എന്ന് പറയാണ്. താമസമില്ലാണ്ട് കണ്ടോളൂ. ഇങ്ങനെ ഞാൻ പൊട്ട സ്വപ്നം കണ്ടു, രാമന് ചളിക്കുണ്ടിലേക്ക് വീണതൊക്കെ, ചാണകക്കുണ്ടിലേക്ക്. മറ്റത് ശ്രീരാമൻ കൊന്നിട്ട് പർവ്വതശിഖരത്തിൽ ഇരിക്കുന്നതും കണ്ടുല്ലോ. പിന്നെയോ വിഭീഷണൻ നല്ലോണം സേവിക്കണതും കണ്ടു. അപ്പോൾ ഇനി താമസം ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞേക്കാം. കാലതാമസം ഇല്ലാതെ രാമൻ രാവണനെ ഈ രാക്ഷസ കുലത്തോടുകൂടി നശിപ്പിച്ചിട്ട് വിഭീഷണൻ ലങ്കയുടെ ആധിപത്യം നിലക്കും. എന്നിട്ട് തൻ്റെ സുന്ദരിയായ ഭാര്യയും മംഗളമൂർത്തിനിയായിട്ടുള്ള ഭാര്യയെ മടിയിലിരുത്തിയിട്ട് കണ്ടോളൂ, ശ്രീരാമൻ തൻ്റെ രാജധാനിയിലേക്ക് പോകും, എനിക്കൊരു സംശയവും ഇല്ല എന്ന് ത്രിജട പറയാണ്. ആ വൃദ്ധയായിട്ടുള്ള രാക്ഷസി ബാക്കിയുള്ളവരോടെ. രാവണോ ഗോമയഹ്രദേ തൈലാഭ്യക്തോ ദിഗംബര. ഗോമയഹ്രദം എന്ന് പറഞ്ഞാൽ എന്താ? ഗോമയം വെച്ചാൽ ചാണകമാണ്. ചാണകക്കുണ്ടിൽ, ഹ്രദം വെച്ചാൽ ഒരു കുളം, ചാണകം കൊണ്ടുള്ളൊരു കുളം വെച്ചാൽ കുണ്ട്. അതിൽ തൈലാഭ്യക്തോ കണ്ട്, തൈലം വെച്ചാൽ എണ്ണ തേച്ച ദിഗംബരനായിട്ട്, വസ്ത്രം ധരിക്കാതെ. അഗാഹൽ പുത്രപൗത്രൈശ്ച കൃത്വാ വദനമാലികാം വിഭീഷണ. അതൊന്നിട്ട് അങ്ങനെ ആ കുണ്ടി ചാടണത്. വിഭീഷണസ്തു രാമസ്യ സന്നിധൗ ഹൃഷ്ടമാനസ. സന്തോഷമായിട്ട് സേവാം കരോതി വിഭീഷണൻ. രാമസ്യ പാദയോർ ഭക്തി സംയുത സർവഥാ രാവണം രാമോ ഹത്വാ സകുലം അഞ്ജസ. കണ്ടോളൂ, വേഗം അഞ്ജസ അവനെ പെട്ടെന്ന് തന്നെ. വിഭീഷണാധിപത്യം ദത്വാ സീതാം ശുഭാനനാം അംഗേ നിധായ സുപുരീം ഗമിഷ്യതി ന സംശയ എന്നാണ് ത്രിജട പറഞ്ഞത്. ത്രിജടായാ വച ശ്രുത്വാ ഭീതാസ്താ രാക്ഷസസ്ത്രിയഃ തൂഷ്ണീമാസംസ്തത്ര തത്ര നിദ്രാവശമുപാഗതാഃ. അപ്പോൾ ഈ ത്രിജടായാഹ വചഃ ശ്രുത്വ, ത്രിജടയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ഭീതാഹ പേടിച്ചരണ്ടിട്ടുള്ള രാക്ഷസസ്ത്രീയഃ, പേടിച്ചരണ്ട രാക്ഷസ സ്ത്രീകൾ തൂഷ്ണിമാസൻ പിന്നൊരക്ഷരം മിണ്ടിയില്ല. സീതയെ പേടിപ്പെടുത്താനോ വാളെടുത്ത് വെട്ടാനോ വായ പിളർന്ന് തിന്നാനോ ഒക്കെ ചെയ്തൂല. അവരതൊക്കെ ഉപേക്ഷിച്ച് ഒരു മിണ്ടാതെ ഇരുന്നു അവിടെ. തത്ര അവിടെ എവിടെ മിണ്ടാണ്ടിരുന്നിട്ട് രാത്രിയല്ലേ നിദ്രാവശം ഉപാഗത. അവർ മിണ്ടാണ്ടിരുന്നപ്പോൾ രാത്രി ആയതുകൊണ്ട് വേഗം ഉറങ്ങുകയും ചെയ്തു. ത്രിജട പറഞ്ഞത് കേട്ടിട്ട് ഭയം കൊണ്ട് പരവശരായിട്ടുള്ള രാക്ഷസ സ്ത്രീകൾ ഒന്നും മിണ്ടാതെ ഇരുന്നു അവിടെ. അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ അവർ ഉറങ്ങാനും തുടങ്ങിയെന്ന്. ത്രിജടായ വചശ്രുത്വ ഭീതാസ്താ രാക്ഷസസ്ത്രിയഃ തൂഷ്ണീമാസംസ്തത്ര തത്ര നിദ്രാവശമുപാഗതാഃ. ഇനി 56 57. തർജിത രാക്ഷസീഭി സാ സീതാ ഭീതാതിവിഹ്വല ത്രാതാരം സാധിഗച്ഛന്തി ദുഃഖേന പരിമൂർച്ഛിത അശ്രുഭി പൂർണ്ണനയന ചിന്തയന്തീതമബ്രവീത്. സീതയോ രാക്ഷസീഭി തർജിത സാ സീത രാക്ഷസികളാൽ പേടിപ്പിക്കപ്പെട്ടും ദേഷ്യപ്പെട്ടും, അതായത് വളരെ പരുഷമായിട്ടൊക്കെ അവർ പറഞ്ഞുവല്ലോ, അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ആ സീത ഭീത അതിവിഹ്വല അങ്ങേയറ്റം ഭയപ്പെട്ടവളും അത്യന്തം പരവശയും ആയിട്ട് ത്രാതാരം ന അധിഗച്ഛതി, അതായത് ഈശ്വര എന്നെ രക്ഷിക്കുന്ന ആളെ എനിക്ക് ഇനിയും കണ്ടുകിട്ടാൻ പ്രാപിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ദുഃഖേന പരിമൂർച്ഛിത, ദുഃഖം കൊണ്ട് അവശയായവളും സ്വയം മറന്നവളും, ദുഃഖം കൊണ്ട് പരിമൂർച്ഛിതാപന ദുഃഖം കൊണ്ട് മതിമറന്നവൾ, അതായത് അവനവനെന്നെ, അതായത് ബുദ്ധിക്കെന്നെ അത്ര ഒരു ദുഃഖം കൊണ്ട് അശ്രുഭി, അതായത് ദുഃഖത്തിൻ്റെ മൂർച്ഛത്തിലെത്തിയത് അത്രയ്ക്ക് ദുഃഖിച്ചിട്ട് അശ്രുഭി പൂർണ്ണനയന നിറഞ്ഞ കണ്ണുകളോടുകൂടി ചിന്തയന്തി ആലോചിച്ചുകൊണ്ട് ഇതം അബ്രവീതി ഇങ്ങനെ പറഞ്ഞു. സ്വയം പറയാണ് ആത്മഗതം. അതായത് രാക്ഷസികളുടെ ശകാരം കൊണ്ട് വല്ലാതെ ഭയപ്പെട്ട സീത വളരെയധികം പരവശയായിട്ട് രക്ഷിപ്പാൻ ആരും ഇല്ലല്ലോ, എന്നെ രക്ഷിപ്പാൻ ആരെയും കാണാതെ എന്നാണ്, എന്നെ രക്ഷിക്കാനായിട്ട് ആരും ഇല്ലല്ലോ എന്നുള്ള ദുഃഖം, രക്ഷിക്കാൻ ആരെയും കാണാതെ ദുഃഖം കൊണ്ട് മൂർച്ഛിച്ച് മനസ്സ് മടുത്ത് കണ്ണുകളിൽ വെള്ളം നിറഞ്ഞ് ചിന്ത കൊണ്ട് സ്വന്തം ചിന്തിച്ചുകൊണ്ട് തന്നെത്താൻ പറഞ്ഞു, ആത്മഗതമായിട്ട് പറയുകയാണ്, ആരോടും പറയല്ല.
തർജിതാ രാക്ഷസീഭിः സാ സീതാ ഭീതാതിവിഹ്വലാ ഭ്രാത്രാതാരം നാധിഗച്ഛന്തി ദുഃഖേന പരിമൂർച്ഛിത അശ്രുഭി പൂർണ്ണനയന ചിന്തയന്തീതമബ്രവീത്. ചിന്തിച്ചുകൊണ്ട് ചിന്താവിഷ്ടയായിട്ട് ഇപ്രകാരം പറഞ്ഞു. അതാണല്ലോ ചിന്താവിഷ്ടയായ സീത. ഇനി 58. പ്രഭാതേ ഭക്ഷയിഷ്യന്തി രാക്ഷസ്യോ മാം ന സംശയ ഇദാനീമേവ മരണം കേനോപായേന മേ ഭവേത്. എന്താണ് സ്വയം പറഞ്ഞത്? ആത്മകഥയായിട്ട് എന്താ പറഞ്ഞ സീത? രാക്ഷസ്യ പ്രഭാതേ മാം ഭക്ഷയിഷ്യതി. ഈ രാക്ഷസികളുണ്ടല്ലോ രാവിലെ ആവുമ്പോൾ എന്നെ ഭക്ഷിക്കുന്നുണ്ടാവും. എന്ന സംശയം, എനിക്ക് സംശയമില്ല. ഇദാനീം ഏവ, ഇപ്പോൾ തന്നെ, കേന ഉപായേന, ഏത് വിധത്തിലാണ് മേ മരണം ഭവേത്, എനിക്ക് മരണം ഭവിക്കുക. ഞാനിപ്പം തന്നെ ഈ മരിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പാണ് രാക്ഷസികൾ നാളെ രാവിലെ എന്നെ കൊന്നു തിന്നും. അതിനു മുമ്പേ മരിക്കാൻ എന്താണൊരു ഉപായം എന്നാണ് സീത വിചാരിക്കണം. മരിച്ചാൽ മതി, കാരണം രാക്ഷസികൾ തിന്നണേക്കാ ഭേദം അങ്ങനെ മരിക്കല്ലേ. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അത് വായിച്ചിട്ട് ഈ 2-ാം സർഗത്തിലത്തെ അവസാനത്തെ ശ്ലോകമായി. പ്രഭാതേ ഭക്ഷിഷ്യന്തി രാക്ഷസ്യോ മാം ന സംശയ, കൊല്ലും എന്നെ തിന്നുന്ന സംശയമില്ല. ഇദാനീമേവ മരണം കേനോപായേന മേ ഭവേ, അതിനു മുമ്പ് മരിക്കാൻ എന്താ വഴിയെന്ന്. അതാണ് ആത്മകഥയായിട്ട് പറഞ്ഞത്. ഏവം സുദുഃഖേന പരിപ്ലുതാസ വിമുക്തകണ്ഠം രുദതിച്ചിരായ ആലംബ്യശാഖാം കൃതനിശ്ചയാമൃതൗ ന ജാനാതി കിഞ്ചിതുപായമങ്കന. ഏവം സുദുഃഖേന പരിപ്ലുത, ഇപ്രകാരം അങ്ങേയറ്റം ഉത്കടമായ ദുഃഖത്തിൽ മുങ്ങിയവളും, പരിപ്ലുത പറഞ്ഞാൽ മുങ്ങിയവളും, ദുഃഖത്തിൽ മുങ്ങി. വിമുക്തകണ്ഠം രുദതി, കണ്ഠം ഉറക്ക കരഞ്ഞു, അതായത് ഉറക്ക ശബ്ദത്തിൽ കരഞ്ഞിട്ട് കണ്ഠം തുറന്ന് കരഞ്ഞവളും. കിഞ്ചിതുപായം ന ജാനതി, ഒരു ഉപായവും മരിക്കാനായിട്ടൊരു ഉപായവും കാണാത്തവളുമായ അല്ലെങ്കിൽ അറിയാത്തവളുമായ സാ അങ്കന, ആ അബലയായിട്ടുള്ള സ്ത്രീ, മൃതൗ കൃതനിശ്ചയ, ഞാൻ എന്തായാലും മരിക്കുന്ന തീർച്ചയാക്കിയിട്ട് ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് ശാഖാം ആലംബ്യ ചിരായ അധിഷ്ഠത്, ഒരു വൃക്ഷശാഖയെ പിടിച്ചിട്ട് അധിക നേരം ഇങ്ങനെ നിന്നു കരഞ്ഞുകൊണ്ട് കണ്ണീര് വാർത്തുകൊണ്ട് ഒരു മരക്കൊമ്പ് പിടിച്ച് നിന്നു. പാവം ഇങ്ങനെ അതിദുഃഖത്തിൽ മുങ്ങി, ശരിക്ക് വാവിട്ട് കരയാന്നൊക്കെ പറയുമല്ലോ, ഉത്കടമായ ദുഃഖത്തിൽ മുങ്ങിയിട്ട് വാവിട്ട് കരയുന്ന ആ സീത മരിക്കാനുള്ള വഴിയൊന്നും അറിയൂല്ല. അങ്ങനെ എന്താ വേണ്ടെന്ന്, ഇതി കർത്തവ്യത, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ മരക്കൊമ്പ് പിടിച്ച് കുറേ അധികം നേരം അങ്ങനെ നിന്ന് കരഞ്ഞു എന്നാണ് ഇതിൽ പറഞ്ഞിട്ട് ഈ 2-ാം സർഗം നമ്മൾ നിർത്തണത്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ആണ് ഹനുമാൻ മറിഞ്ഞിരിക്കണ്ടല്ലോ, പ്രത്യക്ഷമായിട്ട് വരും പുറത്തേക്ക്. അതാണ് ഇനി വരാൻ പോണത്. ഏവം സുദുഃഖേന പരിപ്ലുതാസ വിമുക്തകണ്ഠം രുദതി ചിരായ ആലംബ്യശാഖാം കൃതനിശ്ചയ മൃതൗ ന ജാനതി കിഞ്ചിതുപായമങ്കന. ഇതി ശ്രീമദാധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡേ ദ്വിതീയ സർഗഃ. ഇനി സുന്ദരകാന്ഡം 3-ാം സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതുപോലെ ശ്രീ മഹാദേവൻ, ശിവൻ പറയണ പാർവതിയോട്, ശ്രീ മഹാദേവ ഉവാച ഉദ്ബന്ധനേന വാ മോക്ഷ്യേ ശരീരം രാഘവം വിനാ ജീവിതേന ഫലം കിം സ്യാൻ മമ രക്ഷോധി മധ്യതാ. ഉത്ബന്ധനേന വാ, കയറ് കഴുത്തിൽ കെട്ടിയിട്ട് എങ്കിലും, രാഘവം വിനാ ശരീരം, അതായത് ശ്രീരാമനെ പിരിഞ്ഞിരിക്കുന്ന ഈ ശരീരത്തെ കയറ് കഴുത്ത് കെട്ടിയിട്ടെങ്കിലും മോക്ഷ്യേ, ഞാൻ മോചിപ്പിക്കട്ടെ. രക്ഷോധി മധ്യത, ഈ രാക്ഷസ സ്ത്രീകളുടെ മധ്യത്തിൽ മമ ജീവിതേന കിം ഫലം സ്യാത്, ഞാനിങ്ങനെ ഈ രാക്ഷസികളുടെ മധ്യത്തിൽ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? രാമൻ വരുന്നില്ല എന്നെ കൊണ്ടുപോവാൻ.
രാമൻ വരുന്നിപ്പം എനിക്ക് അറിയൂല്ല, വരുമെന്ന് നിശ്ചയമില്ല. അപ്പം ഇങ്ങനെ ഞാൻ ഈ രാക്ഷസികളുടെ മധ്യത്തിൽ എന്താ ജീവിക്കണേന് അർത്ഥം? അതിനേക്കാൾ ഭേദം കഴുത്തിൽ കയറ് കെട്ടി മരണം വരിക്കല്ലേ എന്ന് വിചാരിക്കുകയാണ്. ആര്? സീതയെ. അതാണ് ഇവിടെ വിചാരിക്കണത്. ശ്രീരാമനെ പിരിഞ്ഞിരിക്കണ ഈ ശരീരത്തിനെ കഴുത്തിൽ കയറ് കെട്ടിയിട്ടെങ്കിലും ഈ ശരീരത്തിന് ഉപേക്ഷിക്കുകയാണ് നല്ലത്. രാക്ഷസികളുടെ നടുക്ക് ഇങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? എന്ത് ഫലമുള്ളത്? കുറച്ചൊരു നിരാശയുണ്ട് ശ്രീരാമൻ വന്ന് എന്താണ് രക്ഷിക്കാഞ്ഞിട്ടേ. ശ്രീ മഹാദേവ വാച ഉദ്ബന്ധനേന വാ മോക്ഷേ ശരീരം രാഘവം വിനാ ജീവിതേന ഫലം കിം സ്യാൻ മമ രക്ഷോധി മധ്യതഃ ദീർഘാവേണി മമാത്യർത്ഥമുദ്ബന്ധായ ഭവിഷ്യതി ഏവം നിശ്ചിതബുദ്ധിം താം മരണായാഥ ജാനകീം വിലോക്യ ഹനുമാൻ കിഞ്ചിത് വിചാര്യൈതഭാഷഥ ശനൈഃ ശനൈഃ സൂക്ഷ്മരൂപോ ജാനക്യാഃ ശ്രോത്രഗം വചഃ. എന്താ പറയുക? അത്യർത്ഥം ദീർഘ മമ വേണി. എനിക്ക് നല്ല നീളമുള്ള തലമുടി ഉണ്ടല്ലോ, വേണീച്ച തലമുടിയുണ്ട്, നല്ല നീളമുള്ള തലമുടിയാണ് സീതയുടെ. അപ്പോൾ വിചാരിക്കുക, ഏറ്റവും ദീർഘമായ എൻ്റെ ഈ തലമുടി ഉത്ബന്ധായ ഭവിഷ്യതി, കഴുത്തിൽ കയറിന് പകരം ഈ തലമുടി കൊണ്ട് കഴുത്തിൽ കെട്ടാം. ഏവം മരണായ നിശ്ചിത ബുദ്ധിയും താം ജാനകിയും, ഇങ്ങനെ മരിക്കണമെന്ന് തന്നെ നിശ്ചയിച്ച ബുദ്ധിയോടുകൂടിയ ജാനകിയും ജാനകിയും എന്നാണല്ലോ. അപ്പോൾ ഇങ്ങനെ മരിക്കാൻ ഉറപ്പിച്ച് തലമുടി കൊണ്ട് കെട്ടി മരിക്കാമെന്ന് തീർച്ചയാക്കിയിട്ട് ഒരുങ്ങി പുറപ്പെട്ട ജാനകിയെ അത് ഹനുമാൻ വിലോക്യ, ഹനുമാൻ മറിഞ്ഞിരുന്നത് കാണുന്നുണ്ടേ. ഹനുമാൻ കണ്ടിട്ട് കിശ്ചിത് വിചാര്യ, കുറച്ചു നേരം ആലോചിച്ചിട്ട് സൂക്ഷ്മരൂപ, ഏറ്റവും ചെറിയ രൂപം എടുത്തിട്ട് ജാനക്യാഹ ശ്രോതകം ഏതത് വച, ജാനകിക്ക് കേൾക്കാൻ തക്കവണ്ണം ഇപ്രകാരം ശനൈഹി അഭാഷത, പതുക്കെ ഇപ്രകാരം ഉള്ള വാക്കുകളെ മെല്ലെ മെല്ലെ ഭാഷിച്ചു എന്നാണ് പറയണത്. എന്താ വെച്ചാൽ പാവല്ലേ ഈശ്വര, ഒരു ഗതിയില്ല, ഇനി മരിക്കുകയല്ലാണ്ടെന്ന് തീർച്ചയായിട്ടാണ്. ആ നല്ല നീളമുള്ള എൻ്റെ ഈ തലമുടി കഴുത്ത് ചുറ്റി മരക്കമ്പിൽ കെട്ടിയിട്ട് ഞാൻ മരിക്കാം എന്ന് തീർച്ചയാക്കിയാണ്, കയറിന് പകരേ. ഇങ്ങനെ മരിക്കാമെന്ന് ഉറച്ചിരിക്കണ ആ സീതയെ ഹനുമാൻ നോക്കി. എന്നിട്ട് കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം ഏറ്റവും ചെറിയ രൂപം എടുത്തിട്ട് സീതയ്ക്ക് കേൾക്കാൻ പറ്റുന്ന അത്ര ഉറക്കെ, ബാക്കി ആർക്കും കേൾക്കൂല, അങ്ങനെ ഉറക്കല്ല, സീതയ്ക്ക് കേൾക്കാൻ പറ്റണ അത്ര ഉറക്കെ മന്ദസ്വരത്തിൽ പതുക്കെ ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്കത് വായിച്ചിട്ട്, പിന്നത്തെ കുറേ ശ്ലോകമാണ്, ഒന്നിച്ചാണ്, പക്ഷെ ഞാൻ അതും കൂടിയും ചെയ്യാം. ദീർഘാവേണീ മമാത്യർത്ഥമുദ്ബന്ധായ ഭവിഷ്യതി ഏവം നിശ്ചിതബുദ്ധിം തം മരണായാഥ ജാനകിം വിലോക്യ ഹനുമാൻ കിഞ്ചിത് വിചാര്യൈതഭാഷത ശനൈഃ സൂക്ഷ്മരൂപോ ജാനക്യാഹ ശ്രോത്രഗം വച. കേൾക്കാൻ തക്കോണം പറഞ്ഞു. ഇനി ശരിക്കും പറയാൻ വെച്ചാൽ 4 തൊട്ട് 14 വരെ 10 ശ്ലോകം ഒന്നിച്ചാണ് കേട്ടോ. 10 ശ്ലോകത്തിലധികം ഉണ്ടാ തോന്നുന്നു എനിക്ക്. 11 ശ്ലോകമുണ്ട്. അത് ഞാൻ വായിക്കാം. അതായത് രാമൻ്റെ കഥ പറയുകയാണേ. ഇക്ഷ്വാകുവംശസംഭൂതോ രാജാ ദശരഥോ മഹാൻ അയോധ്യാധിപതിസ്തസ്യ ചത്വാരോ ലോകവിശ്രുതാഃ. അത് തന്നെ ഇത് വായിക്കുമ്പോൾ തന്നെ പറയാം. അതായത് ഇക്ഷ്വാകുവംശത്തിൽ ജനിച്ച ദശരഥൻ്റെ അയോധ്യാധിപതിയായിട്ടുള്ള രജനെ 4 മക്കൾ ഉണ്ടെന്ന്. ചത്വാരോ ലോകവിശ്രുതാഃ പുത്ര ദേവസമാഹ സർവേ ലക്ഷണൈരുപലക്ഷിതാഃ രാമശ്ച ലക്ഷ്മണശ്ചൈവ ഭരതശ്ചൈവ ശത്രുഃ. അങ്ങനെ ലക്ഷണരൂപലക്ഷിതന്മാരായിട്ടുള്ള 4 മക്കൾ ആരൊക്കെയാ? രാമശ്ച ലക്ഷ്മണഃ ച ഭരതഃ ച ശത്രുഘ്ന. 4 മക്കൾ. ജ്യേഷ്ഠോ രാമ പിതുർവാക്യാൽ ദണ്ഡകാരണ്യമാഗതഃ ലക്ഷ്മണേന സഹ ഭ്രാത്ര സീതയാ ഭാര്യയാ സഹ. അപ്പോൾ
ജ്യേഷ്ഠനായിട്ടുള്ള രാമൻ പിതാവിൻ്റെ വാക്യം പിന്നെ ആജ്ഞയെ അനുസരിച്ച് ദണ്ഡകാരണ്യം ആഗത, ദണ്ഡകാരണ്യം എന്നുള്ള വനത്തിലെത്തി. ലക്ഷ്മണേന സഹ ഭ്രാത്ര സീതയാ ഭാര്യയാ സഹ, ആരോടുകൂടി? ലക്ഷ്മണൻ എന്ന സഹോദരനോടും സീതയാ ഭാര്യയാ സഹ, സീത എന്ന ഭാര്യയോടും കൂടി ജ്യേഷ്ഠനായിട്ടുള്ള രാമൻ പിതൃവാക്യം അനുസരിച്ച് ദണ്ഡകവനത്തിലെത്തി. ഉവാസ ഗൗതമീ തീരെ പഞ്ചവട്യം മഹാമനാഹ തത്ര നീത മഹാഭാഗ സീത ജനകനന്ദിനി. അങ്ങനെ ഉവാസ ഗൗതമി തീരത്തിൽ പഞ്ചവടിയിൽ അവർ താമസിച്ചു. തത്ര നീത മഹാഭാഗ സീത ജനകനന്ദിനിയുടെ കൂടെ. പിന്നെ അതായത് ഉവാസ ഗോദാവരി തീരത്തിൽ, അതാണ് ഗൗതമി, പഞ്ചവടിയിൽ താമസിച്ചു. പിന്നെ രാമചന്ദ്രേന രഹിതേ, അത് പിന്നത്തേലാണ് അല്ലേ? അതെ. തത്ര നീത, അതെ, സീതയോട് കൂടിയിട്ട് അവിടെ താമസിച്ചു. ഇനി രഹിതേ രാമചന്ദ്രേണ രാവണേന ദുരാത്മന തതോ രാമോതി ദുഃഖാർത്തോ മാർഗണോധ ജാനകീം. അപ്പോൾ പിന്നെ എന്താ പറയുക, രാമചന്ദ്രേണ രഹിതേ തത്ര, രാമചന്ദ്രൻ ഇല്ലാത്ത സമയത്ത് ദുരാത്മന രാവണേന, ദുഷ്ടബുദ്ധിയായ രാവണനാൽ മഹാഭാഗ ജനകനന്ദിനി സീതാ നീത, അവിടെയാണത് വരണത്. പൂജ്യം ജനകപുത്രിയായിട്ടുള്ള സീത അപഹരിക്കപ്പെട്ടു. അതായത് പിന്നെ സീതയെ അപഹരിച്ചു. പിന്നെയോ എന്നിട്ട് തതഹ അതിദുഃഖാർത്ഥ രാമ, അതിനുശേഷം തതോ രാമോതി ദുഃഖാർത്ഥ, എന്നിട്ട് മാർഗമാണോധ ജാനകിയും, ജാനകി അന്വേഷിച്ച് നടന്നു അല്ലേ, ജാനകിയെ തിരയുന്നവനായിട്ട് നടന്നു. പിന്നെയോ അപ്പം എന്താണ്? ജടായുഷം പക്ഷിരാജം അപശ്യൽ പതിതം ഭുവി, ജടായു എന്നുള്ള പക്ഷിരാജൻ ഭൂമിയിൽ വീണ് കിടക്കുന്നത് കണ്ടു. തസ്മൈ ദത്വാ ദിവം ശീഘ്രം ഉപാഗമത്. അപ്പോൾ തസ്മൈവാ ദിവം, ജടായുവിനെ കണ്ടിട്ട് തസ്മൈ ദിവം ദത്വ, അവനായിക്കൊണ്ട്, അതായത് ഉദകക്രിയൊക്കെ ചെയ്തതോ, സ്വർഗത്തെ ദാനം ചെയ്തിട്ട്, അതായത് പിന്നെ ജടായുവിന് മോക്ഷം കൊടുത്തിട്ട് ശീഘ്രം ഹൃഷ്യമൂഖം ഉപാഗമത്, വേഗം ഹൃഷ്യമൂഖാചലം എന്ന ഹൃഷ്യമൂഖം എന്ന പർവ്വതത്തെ പ്രാപിച്ചു. അതെ, അതാണ് ശീഘ്രം ഹൃഷ്യമൂഖം ഉപാഗമത്, അവിടെ എത്തി. പിന്നെയോ സുഗ്രീവേണ കൃതാ മൈത്രി രാമസ്യ വിദിതാത്മന തദ്ഭാര്യാഹാരിണം ഹത്വാ ബാലിനം രഘുനന്ദന. പിന്നെ വിദിതാത്മന രാമസ്യ മൈത്രി, ആത്മാവിനെ അറിഞ്ഞിരിക്കുന്ന രാമൻ്റെ, അത് പിന്നത്തെ ശ്ലോകത്തിലായിട്ടുള്ളൂ. സുഗ്രീവേണ കൃതാ മൈത്രി രാമസ്യ വിദിതാത്മന, അതന്നെ, അതെ. അപ്പം രാമൻ്റെ ഈ പിന്നെ വിദിതാത്മന രാമസ്യ മൈത്രി, ആത്മാവിനെ അറിഞ്ഞിരിക്കുന്ന രാമൻ്റെ സഖ്യം, സുഗ്രീവേണ കൃത, അവർ സഖ്യം ചെയ്തിട്ട്, സുഗ്രീവനും രാമനും സഖ്യം ചെയ്തിട്ട്, രഘുനന്ദന തദ്ഭാര്യാഹാരിണം ബാലിനം ഹത്വ, അതായത് സുഗ്രീവൻ്റെ ഭാര്യയെ അപഹരിച്ച ബാലിയെ കൊന്നിട്ട്, എന്താണ് സുഗ്രീവേണ കൃത, അതെ, രാജ്യാഭിഷേച സുഗ്രീവം മിത്രകാര്യം ചകാരസഹ, എന്നിട്ട് രാജ്യാഭിഷേകം ചെയ്ത് സുഗ്രീവനെ, അതായത് സുഗ്രീവൻ്റെ കാര്യം സാധിച്ചു കൊടുത്തതിന് ശേഷം രാജ്യാഭിഷിച്ച സുഗ്രീവം മിത്രകാര്യം ചകാരസഹ സുഗ്രീവസ്തു സമാനായ വാനരാൻ വാനരപ്രഭു. പിന്നെന്താണ്? പിന്നെ സുഗ്രീവഹത്തു, സുഗ്രീവനോ വാനരാൽ സമാനായ, വാനന്മാരെ വരുത്തിയിട്ട് എന്ത് ചെയ്തു? പ്രേഷയാമാസ പരിതോ വാനരാൻ പരിമാർഗണേ സീതായാസ്തത്ര ചൈകോഹം സുഗ്രീവ സജീവോ ഹരി. സീതായാഹ പരിമാർഗേണ പ്രേഷയാമാസ, സീതയുടെ അന്വേഷണത്തിനായിട്ട് വാനന്മാരെ അയച്ചു. തത്ര ഏകഹ അഹം, അതാണ് അവരിൽ ഞാൻ ഒരാൾ എന്ന് പറയാണ്. സീതായ തത്ര ചൈകോഹം, അതിൽ ഏകനാണ് ഞാൻ. സുഗ്രീവസ്യ സജീവോ ഹരിഹി, സുഗ്രീവ സജീവനായിട്ടൊരു വാനരനാണ്.
സുഗ്രീവൻ്റെ മന്ത്രിയായിട്ടുള്ളൊരു വാനരനാണ് ഞാൻ എന്ന് പറയാണ്. ആരാ? ഹനുമാനെ. സമ്പാദി വചനാൽ ശീഘ്രം ഉല്ലംഘ്യ ശതയോജനം സമുദ്രം നഗരീം ലങ്കാം വിചിന്വൻ ജാനകീം ശുഭാം. എന്നിട്ട് പിന്നെ ഞാൻ സമ്പാദി വചനാത്, സമ്പാദിയുടെ വാക്ക് കേട്ടിട്ട്, സമ്പാദിയാണല്ലോ ഇവിടെ എന്താ പറഞ്ഞത്, ആ വാക്കിനെ കേട്ടിട്ട് ശതയോജനം സമുദ്രം ശീഘ്രം ഉല്ലംഘ്യ, 100 യോജന വിസ്താരമുള്ള സമുദ്രത്തെ തരണം ചെയ്ത് ശുഭാം ജാനകിയും, ശോഭനയായ ജാനകിയെ ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. ജാനകിയും ശുഭാം. ഇനി ശനൈരശോകവനികാം വിജിന്വൻ ശിംശപാതരും അദ്രാക്ഷം ജാനകിയും തത്ര ശോചന്തിം ദുഃഖസംപ്ലുതാം. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തി. എന്താ ശുഭാം ജാനകി എന്ന് പറഞ്ഞിട്ട് പിന്നെന്താണ്? ലങ്കാനഗരിയും വിജിന്വൻ, ലങ്കാനഗരിയിൽ തിരഞ്ഞിട്ട് ശനൈഹി അശോകവനികാം വിജിന്വൻ, ഞാൻ പതുക്കെ അശോകവനത്തിൽ എത്തുകയും ശിംശപാതരും അദ്രാക്ഷം, ശിശപാവൃക്ഷത്തെ ദർശിച്ചാൽ തത്ര ശോചന്തിയും ദുഃഖസംപ്ലുതം, അവിടെ ദുഃഖിക്കുന്നവളും ആയിട്ടുള്ള ഞാൻ കണ്ടു എന്ന് പറയാണ്. ആരെ കണ്ടു? രാമസ്യ മഹിഷീം ദേവീം കൃതകൃത്യോഹമാഗത ഇത്യുക്തോപരരാമാഥ മാരുതിർബുദ്ധി മത്തരഹ. എന്താ പറയണേ? ഈ അദ്രാക്ഷം ജാനകി ദേവിയെ ദർശിച്ചു ഞാൻ. എവിടെ? ശിംശപാവൃക്ഷത്തിൻ്റെ. ആഗത അഹം കൃതകൃത്യ, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് നല്ല കൃതാർത്ഥതയായി, ഞാൻ കൃതകൃത്യനായി, രാമകാര്യം സാധിച്ചു, സീതയെ കാണാനല്ലേ വന്നത്. അഹം കൃതകൃത്യ. ഇനി ഇതി ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമത്തര മാരുതി, അതിബുദ്ധിമാനായിട്ടുള്ള ഹനുമാൻ അഥ ഉപരരാമ, പിന്നെ മിണ്ടാതിരുന്നു. അതാണ് ഈ ഇത്രയും ശ്ലോകത്തിൽ എന്താ പറഞ്ഞു വെച്ചാൽ, ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച മഹാനായിട്ടുള്ള ദശരഥ രാജാവ് അയോധ്യാധിപതി ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് 4 മക്കളുണ്ടായി. അത് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. അതിൽ ജ്യേഷ്ഠനായിട്ടുള്ള രാമൻ പിതൃവാക്യം അനുസരിച്ച് സഹോദരനായ ലക്ഷ്മണനോടും ഭാര്യയായിട്ടുള്ള സീതയോടും കൂടി ദണ്ഡകവനത്തിൽ വന്നു. രാമൻ ഗോദാവരി നദിയുടെ തീരത്ത് പഞ്ചവടിയിൽ താമസിക്കുന്ന കാലത്ത്, രാമൻ ആശ്രമത്തിൽ ഇല്ലാത്ത സമയത്ത് ദുഷ്ടബുദ്ധിയായിട്ടുള്ള ഒരു രാവണൻ അപ്പോൾ ജനകപുത്രിയായിട്ടുള്ള സീതാദേവിയെ അപഹരിച്ചു. അതുകൊണ്ട് ദുഃഖം കൊണ്ട് രാമൻ ജാനകിയെ തിരഞ്ഞു നടക്കുമ്പോൾ പക്ഷിരാജനായിട്ടുള്ള ജടായുവിനെ കണ്ടു. ജടായുവിന് സ്വർഗം നൽകിയിട്ട് രാമൻ ഋഷിമുഖാചലത്തിലെത്തി. അവിടെ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് സുഗ്രീവൻ്റെ ഭാര്യ അപഹരിച്ച ബാലിയെ നിഗ്രഹിച്ചിട്ട് ശ്രീരാമൻ സുഗ്രീവനെ രാജാവാക്കി. എന്നിട്ട് പിന്നെ സുഗ്രീവൻ വാനരന്മാരെ അയച്ച് സീതയെ തെരഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് 4 ദിക്കിലേക്ക് അയച്ചു. അവരിൽ ഒരുവനാണ് ഞാൻ, സുഗ്രീവൻ്റെ മന്ത്രിയാണ്. സമ്പാദിയുടെ വാക്ക് കേട്ടിട്ട് ഞാൻ 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി. ഇതുവരെ ഉണ്ടായത് പറയുക. സീതയെ തിരഞ്ഞ് പതുക്കെ ഞാൻ അശോകവനത്തിലെത്തി. അവിടെ ഒരു ശിംശപാവൃക്ഷം കണ്ടു. അതിൻ്റെ താഴെ ദുഃഖിച്ചിരിക്കുന്ന സീതയെ ഞാൻ കണ്ടു. ഞാൻ ഇന്ന് വളരെ കൃതകൃത്യനായി സീതാദർശനം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അതിബുദ്ധിമാനായിട്ടുള്ള ആ ഹനുമാൻ അടങ്ങിയിരുന്നു. ഉപരരാമ എന്ന് പറഞ്ഞല്ലേ നിർത്തിയത്. അപ്പോൾ ഇവിടെ നിർത്താൻ ഞാൻ, കാരണം 28 മിനിറ്റായി. അപ്പോൾ ആ കഥ മുഴുവൻ പറഞ്ഞിട്ട് ഹനുമാൻ മിണ്ടാതിരുന്നു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.